ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒറ്റ മിനിറ്റിൽ വെള്ളത്തിൻ്റെ മുകളിലേക്ക് മാവ് കോരി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സമൂസ ഷീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഇവിടെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അരക്കപ്പ് അളവിൽ മാത്രമേ പൊടി എടുത്തിട്ടുള്ളൂ. സമൂസ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ മൈദാമാവ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിലേക്ക് നമ്മൾ കറക്റ്റ് 1/4 കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെടുക്കുന്ന അരക്കപ്പിന് 1/4 കപ്പ് അളവിൽ, ഒരു കപ്പാണെങ്കിൽ 1.5 കപ്പ് എന്നുള്ള രീതിയിൽ വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ കയ്യിലിങ്ങനെ മാവാക്കി നോക്കുമ്പോൾ ഇതേ രീതിക്ക് മൊത്തം മാവ് പോകുന്ന രീതിക്ക് തന്നെ നമുക്ക് കിട്ടണം. അതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി. ഇതുപോലെ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ആ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള പാൻ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് മൊത്തമായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് ഓവർ ചൂടാവുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് മാവ് വെച്ച് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. തീരെ കട്ടിയില്ലാതെ വേണം ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം മൊത്തമായിട്ട് മാവെല്ലാം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതുപോലെ സൈഡിൽ നിന്ന് ചെറിയ രീതിയിലൊന്ന് വിടിയിച്ചിട്ട് കൊടുക്കാം. പാനിൽ പിടിക്കുന്ന ഒരു സംശയം ഉണ്ടെങ്കിൽ കുറച്ച് എണ്ണ വേണമെങ്കിൽ തടവിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളിതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള ഷീറ്റ് ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. പൊട്ടിപ്പോവൊന്നുമില്ല കേട്ടോ. ചൂടൊക്കെ ഒന്ന് നല്ലപോലെ തണിയുമ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുക. ഇനി നമുക്കിത് സ്പ്രിംഗ് റോളൊക്കെ ആക്കാനാണ് നല്ല ഈസി ഉണ്ടാവുക. സമൂസേൻ്റെ ഷേപ്പ് ആക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മളിത് റൗണ്ടിലാണല്ലോ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ നല്ല തിന്നായതുകൊണ്ട് തന്നെ നമുക്ക് സമൂസേൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തും കൂടി നോക്കാം കേട്ടോ. അപ്പം കുറച്ച് എണ്ണയിൽ ഞാൻ സമൂസേൻ്റെ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മളെ കറക്റ്റ് പെർഫെക്റ്റ് സമൂസ ഒന്നായിട്ട് കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് ഏകദേശം ഈ ഒരു രൂപത്തിലുള്ളൊരു സമൂസ ആയിട്ട് കിട്ടുന്നു. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും നമ്മളെ പെർഫെക്റ്റ് സമൂസ ഒന്നായിട്ട് കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ അധികം ഒന്നും ഫ്രൈ ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഒരു റോള് പോലെയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ കഴിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി. എണ്ണ ഒന്നും കുടിക്കാതെ തന്നെ കഴിക്കാമല്ലോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.